സവാള ഗിരി സവാള ഗിരി എന്റെ അമ്മോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം കാണുന്നത്. ക്യാബിനറ്റ് ബസ് ഇതിന്റെ കാലാവധി 15 കൊല്ലം കഴിഞ്ഞാൽ മ്യൂസിയത്തിൽ വെച്ചാൽ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിമാരും സഞ്ചരിച്ച വാഹനം എന്നുള്ള നിലയിൽ ലക്ഷക്കണക്കിന് ജനത കാണാൻ വേണ്ടി തന്നെ വരും. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ വാസ്തുവിൽ ചിരിയാണ് വരുന്നത്. തലക്ക് കല്ലളയിൽ പോയ ആൾക്കാർ ഇവിടെ ഉള്ള പോലെ വേറൊരു സ്ഥലത്തുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെയാണല്ലോ മച്ചമ്പി. മുഖ്യമന്ത്രിയുടെ ബസ്സിനെ അപമാനിച്ചവർ കേരളത്തോടും മന്ത്രിസഭയോടും മാപ്പ് പറയണോ? മനസ്സിലായി. അല്ല, ഞാനിപ്പോ മാപ്പ് പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ മാപ്പ് പറയാൻ പോകുന്നത് ഈ അടുത്ത കാലത്ത് ദിവംഗതനായ ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ നേതാവിനോടാണ്. മുഖസ്തുതിയാണെന്ന് വിചാരിക്കരുത്. അദ്ദേഹം കേരളത്തിലെ 14 ജില്ലകളിൽ ജനസമ്പർക്ക പരിപാടി നടത്തിയപ്പോൾ ഒരു തഹസിൽദാർ ചെയ്യേണ്ട ജോലി അല്ലെങ്കിൽ ഒരു വില്ലേജ് ഓഫീസർ ചെയ്യേണ്ട ജോലി കേരള മുഖ്യമന്ത്രി ചെയ്യുന്നതിന്റെ സാങ്കത്യമാണ് ചോദ്യം ചെയ്തത്. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ജോലി അതല്ലല്ലോ. മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് ഫയലുകൾ നോക്കേണ്ട ആളാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അവിടെയാണ് പരിഹാരം ഉണ്ടാക്കുന്നത്, അല്ലാതെ ജില്ലാ ആസ്ഥാനത്തല്ല എന്ന് പറഞ്ഞ ആളാണ്. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ കാലത്ത് 7 മണി മുതൽക്ക് പിറ്റേ ദിവസം പുലർച്ചെ 9 മണി വരെ ഉറങ്ങാതെ മൂത്രമൊഴിക്കാൻ പോലും പോകാതെ ഇരുന്നിരിപ്പിൽ ജനങ്ങളുടെ പരാതികൾ കേൾക്കുകയോ അതിന് അദ്ദേഹത്തെ കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള പരിഹാരം ഉണ്ടാക്കി ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? 20 മുഖ്യമന്ത്രിയും 19 മന്ത്രിമാരും, 2 പേരെ കാലാവധി കഴിയാൻ പോവുകയാണ്. ഇങ്ങനെ ഒരു വലിയ സംഘം ഒരു ഉല്ലാസയാത്രയായിട്ട് പണ്ട് സ്കൂളിൽ നിന്ന് കുട്ടികളെ എക്സ്കർഷൻ കൊണ്ടുപോകുന്നത് ബാംഗ്ലൂർ, മൈസൂർ, ഊട്ടി ഒക്കെ പോകുന്ന പോലെ ഇവർ നാട് ഒട്ടുക്ക് സഞ്ചരിച്ച് 140 മണ്ഡലത്തിലും ചെന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കി അതിന് പരിഹാരം ഉണ്ടാക്കാൻ പോകുന്നു. എന്നെയാണ് വിശ്വാസം. പിന്നെ പറഞ്ഞ വാക്ക് പാലിക്കുന്നില്ലേ നീ? ഒന്ന് ആലോചിച്ചു. അപ്പോൾ ഉമ്മൻചാണ്ടിയെ ആക്ഷേപിച്ചത് നമ്മൾ ഓരോരുത്തരും, അദ്ദേഹത്തെ വിമർശിച്ചവരെല്ലാവരും അദ്ദേഹത്തോട് പരലോകത്തിരിക്കുന്ന ഉമ്മൻചാണ്ടിയോട് ഇന്ന് മാപ്പ് ചോദിക്കേണ്ട ദിവസമാണ്. ഞാൻ അതിനാണ് ഈ അവസരം വിനിയോഗിക്കുന്നത്. സത്യത്തിൽ അദ്ദേഹം എത്ര മഹാനായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത എത്ര വലുതായിരുന്നു നമ്മൾ മനസ്സിലാക്കണം ഇപ്പോഴാണ്. വേലിലിരുന്ന പാമ്പിനെ എടുത്ത് വച്ചു എന്ന് പറഞ്ഞ പോലെ ആയി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി ഇതുപോലെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ബാലം പറഞ്ഞ് ശരിയാണ്, ഇത് മ്യൂസിയത്തിൽ വെക്കേണ്ട വണ്ടിയാണ്. ചേട്ടൻ എന്നെ പറ്റി എല്ലാം പറഞ്ഞു വെച്ചിരിക്കുകയോ. കാരണം ഇന്ത്യയിലെ ഇപ്പോൾ 28 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനത്തും ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം, അല്ലെങ്കിൽ ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം മന്ത്രിസഭ ഒന്നടങ്കം പോയ ചരിത്രം ഉണ്ടല്ലോ. പണ്ട് NT രാമറാവു ആന്ധ്രാപ്രദേശിൽ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത്, അത് 1984 സമയത്താണ് ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയി എന്ന് സംശയിച്ച ആ ജനപ്രീതി വീണ്ടെടുക്കാൻ വേണ്ടി രഥയാത്ര നടത്തിയിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ ഒരു വാഹനമായിരുന്നു, അത് രഥമായിട്ട് കൺവെർട്ട് ചെയ്തു. അങ്ങനെ മന്ത്രിമാരെ സെക്രട്ടേറിയറ്റിൽ ഇരുത്തിയിട്ടാണ് രാമറാവു പോലും ആ രഥയാത്രയ്ക്ക് പോയത്. ഇതങ്ങനെയല്ല, എല്ലാ മന്ത്രിമാരും കൂടി ഒരുമിച്ച് വിനോദയാത്രയ്ക്ക് പോകുന്നു, ചീഫ് സെക്രട്ടറിയെയും കൂടെ കൊണ്ടുപോകും, ഭരണം ബസ്സിലിരുന്ന് നടത്തും. നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ അതിന്റെ അർത്ഥം? അങ്ങനെ ഒരു സംഭവം നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പിന്നെ ഒരു സംസ്ഥാനത്തും ഉണ്ടായിട്ടില്ല. അത് കേരളത്തിൽ ഇത് ആദ്യമായിട്ടാണ്. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്നു കേട്ടിട്ടേ. ആർക്കും ലഭിക്കാത്തൊരു അസുലഭമായ ഭാഗ്യമാണ് നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രിമാർക്ക് ലഭിച്ചത്. മനുഷ്യർക്ക് ഈ ഭാഗ്യം വരുന്നേ അങ്ങനെ. പക്ഷേ അത് നമ്മൾ അവരോട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം ഇത് ഈ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന ഒരു മുഹൂർത്തമാണ്. ഒരു മന്ത്രിസഭ പൂർണ്ണമായിട്ടും ഇങ്ങനെ വിനോദയാത്ര അല്ലെങ്കിൽ ഉല്ലാസയാത്ര, സ്കൂളിൽ നിന്ന് പോകുന്ന എക്സ്കർഷനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ പോവുക എന്ന് പറഞ്ഞത് ഇതിനു മുമ്പുണ്ടാവാൻ തന്നെ ഇനി ഇതിനേക്കാൾ വലുത് പുറകെ വരും എന്നാണ് എന്റെ പ്രതീക്ഷ. നാട്ടുകാരുടെ ഭാഗ്യദോഷം, അല്ലാതെ എന്ത് പറയാനാ? പക്ഷെ നമ്മുടെ CPM നേതാക്കൾ ഒക്കെ പറയുന്നത്, മന്ത്രിമാരും ഇന്ന് പറഞ്ഞത് ലോകത്തിൽ ആദ്യമായിട്ടാണെന്നാണ്. അതെ, നമുക്ക് ലോകത്തിലേക്ക് പോകണേക്കും പാട്ടി ഇന്ത്യയിലെ കഴിഞ്ഞിട്ടുണ്ടല്ലോ ലോകത്തേക്ക് പോകാനായിട്ട്. ലോകത്തും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം തലക്ക് കല്ലളയിൽ പോയ ആൾക്കാർ ഇവിടെ ഉള്ള പോലെ വേറൊരു സ്ഥലത്തുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. Bing bing boo, tum tum sastene se, taar chimuk gayi chhati se. Bing bing boo.